തമിഴിൽ നിന്ന് ഒരു ത്രില്ലർ സിനിമ വന്നിട്ടുണ്ട്. നമ്മുടെ അഥർവയുടെ തണൽ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ അഥർവ വീണ്ടും ത്രില്ലേഴ്സിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ആളുടെ റീസെന്റ് ആയിട്ട് DNA പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടായിരുന്നു. വൻ കിടു പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. കാരണം ആള് പോലീസ് റോളാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഒരു ത്രില്ലർ. ഞാനിങ്ങനെ OG അഥർവ ത്രില്ലർ സിനിമകൾ മാത്രം ചെയ്യുന്ന അഥർവ ഈസ് ബാക്ക് എന്നൊക്കെ പറയാൻ വേണ്ടി ഇരുന്നതാണ്. ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒരു സീക്വൻസ് ഉണ്ട്. കിടു ശരിക്കും ഒരു അടിപൊളി ത്രില്ലറിനുള്ള ഒരു പ്ലോട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 years എഗോ പറഞ്ഞിട്ടൊരു സാധനം കാണിക്കും, 1 year എഗോ പറഞ്ഞിട്ടൊരു സാധനം കാണിക്കും, പിന്നെ പ്രസന്റിൽ ഒരു സാധനം കാണിക്കും. ആൻഡ് ഒരു കൊടൂര വില്ലനെ കാണിക്കുക. കൊടൂര വില്ലൻ പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തല വെട്ടിയെടുക്കും. അജാതി ഒരു വില്ലനാണ് കാണിക്കുന്നത്. കിടു പടമായിരിക്കും വിചാരിച്ചിരിക്കുമ്പോ ഏഷ്യൻ പെയിന്റ്സിൽ മുങ്ങിയിട്ട് രാത്രി 10:30 ഒരു പെണ്ണുമ്പിള്ള വന്നു, ചുണ്ടില് ചോപ്പും മഞ്ഞയൊക്കെ അടിച്ചിട്ട്. അവിടുന്ന് അങ്ങോട്ട് പടം പോയി. ലാവണ്യ ത്രിപാഠിയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അവിടുന്ന് ഈ പടം തൊലഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പാട്ട്, ഡാൻസ്, ഒരു കോപ്പിലെ റൊമാൻസ്. അതെങ്ങനെയാണ് 15 മിനിറ്റ് സീരിയസ് സീക്വൻസ്. സീരിയസ് പറഞ്ഞാൽ ഒരു സീറ്റ് ഓഫ് ചെയ്ത് ത്രില്ലർ പോലെ തോന്നിയിട്ട് 1/2 മണിക്കൂർ ഈ പേക്കൂത്ത് വരെ ഫ്ലാഷ് ബാക്കിലെ റൊമാൻസ്. നമ്മുടെ അഥർവ +2 12 തവണ എന്തോ തോറ്റിരിക്കുന്ന ആളാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലെ നായികയെ കാണുന്നു. ആൻഡ് പിന്നെ അവിടെ കോപ്രായമാണ്. നായികയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കല്ലെടുത്ത് അവരുടെ വീട്ടിൽ കയറിയും അത് നേരെ പോയിട്ട് അമ്മൂമ്മയുടെ തലയിൽ തട്ട് അമ്മൂമ്മ തട്ടിപ്പോവും. അതൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്ത് കോമഡി പോലെ. എന്നിട്ട് അമ്മൂമ്മ തട്ടിപ്പോയ ആരാണ് കല്ലെറിഞ്ഞതെന്ന് അവരുടെ വീട്ടുകാർക്ക് പോലും അന്വേഷിക്കണ്ട. തള്ള തട്ടിപ്പോയി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ ഈ കൊച്ചു വണ്ടി പോകുമ്പോൾ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു നായ എടുത്തിട്ട് റോട്ടിൽ കയറിയും ആ കൊച്ചു അതിന്റെ മുകളിൽ കൂടെ കയറ്റി അതിനെ കൊല്ലും. അതും ഭയങ്കര കോമഡി ആയിട്ടൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അവിടെ നിന്ന് പടം പോയി. പിന്നെ ഡാൻസ്, പാട്ട്. ഈ കൊച്ചു സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിരിക്കുന്ന കൊച്ചിന് 12ാം ക്ലാസ് തോറ്റ് നിൽക്കണ ചെക്കനെ കെട്ടിച്ചു കൊടുക്കണം പറഞ്ഞാൽ ആരെങ്കിലും നടക്കുമോ? എന്നിട്ട് അഥർവ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്താ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തന്തയും തള്ളയും കൂടിയിട്ട് സ്വത്ത് ഉണ്ടാ നിങ്ങൾക്ക് എന്നൊക്കെ. വേറെ വല്ല അവിടെ വെട്ടിക്കൊന്നുണ്ടാവും. ആ ഒരു തന്തപ്പിടി നല്ല ആളായോണ്ട് ഒന്നും ചെയ്തില്ല. അജാതി പേക്കൂത്താണ് ഒരു 3/4 മണിക്കൂറോളം അങ്ങനെ പോണ്. പിന്നെ പടം വീണ്ടും സീരിയസ് മോഡിലോട്ട് കയറി. പക്ഷെ അപ്പോഴേക്ക് സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ തീർന്നു. അഥർവ പോവും, വില്ലൻ അടിച്ചിടും, വീണ്ടും അഥർവ തിരിച്ച് വില്ലന്റെ അടുത്ത് പോവും, വില്ലൻ അടിച്ചിടും. പക്ഷെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അഥർവ ബൂസ്റ്റ് കുടിച്ചിട്ടാണ് പോണത് തോന്നുന്നു, വില്ലനെ അടിച്ചിടുന്ന കാണാം. അങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിട്ട് ഒരു തൊലഞ്ഞ പടം തൊലിഞ്ഞ പടം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവരൊരു സ്ലമ്മിൽ പെടും. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങോട്ട് കിടു, അതായത് ഇവരെ എൻട്രി എക്സിറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവരവിടെ പെടും. കണ്ടവരൊക്കെ വെട്ടിക്കൊല്ലുന്ന ഒരു കൊടൂര വില്ലൻ. സോ ഒന്ന് ആലോചിച്ച് നോക്ക്, കിടു ത്രില്ലർ ആവേണ്ടതാണ്. അവിടെ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് കെട്ടിയെടുക്കും. എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. സിവിൽ സർവീസ് പറഞ്ഞാൽ നാട്ടുകാരെ രക്ഷിക്ക് പോയിട്ട്, അല്ലാതെ അവിടെ വന്നിട്ട് എന്ത് പേക്കൂത്ത് കാണിക്കാനാണ്? അയ്യേ, ഒരു കിടു പ്ലോട്ട് ഉണ്ടാവേണ്ട ഒരു പടത്തിനെ കൊണ്ടുപോയിട്ട് തൊലച്ചു. പക്ഷെ ആ ഒരു 1/2 മണിക്കൂർ ആ ഒരു സീക്വൻസിന് ശേഷം എന്ത് ബ്രഹ്മാണ്ടം എടുത്തു വെച്ചാലും ആൾക്കാർക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകുന്നതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തിന് ത്രില്ലർ പറഞ്ഞാൽ ആ ത്രില്ലർ എടുത്തു വെക്കുക, അതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് റൊമാൻസ് തേങ്ങാമ. ഒരു ത്രില്ലർ പടത്തിൽ നായികയുടെ ആവശ്യം എന്താണ്? അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഒരു ഹൊറർ സിനിമ, ഇന്നലെ ഞാൻ മറ്റേ കിഷ്കിന്താപുരി പറഞ്ഞ സിനിമ കണ്ടു പറഞ്ഞില്ല, അതിൽ അനുപമയുടെ ആവശ്യം എന്താ? നായകന് ദോശ ചുട്ടു കൊടുക്കാനും കാപ്പി വെച്ചു കൊടുക്കാനോ? ഒരു ആവശ്യമില്ലാതെ കുറെ എണ്ണത്തിനെ കൊണ്ടേ കാസ്റ്റ് ചെയ്യും. ഇതിൽ മറ്റേ ഹാർട്ട് ബീറ്റ് സീരീസ് കാണുന്നവർക്കറിയാം, ഗുണ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അഥർവ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. ആൻഡ് ഇതിൽ വില്ലൻ അത്രയും നേരം എല്ലാവരെയും അടിച്ചിടും, ടുവേർഡ്സ് എന്റെ അഥർവ അടിച്ചിടും. അതെന്താ അതും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഞാൻ ബൂസ്റ്റ് കുടിച്ചിട്ട് വന്നിട്ടുണ്ടാവും അഥർവ. ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു സിനിമ. ആ മറ്റേ സ്ലമ്മിൽ പെടുന്ന സമയത്തൊക്കെ അതൊരു സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ പോലെ എക്സിക്യൂട്ട് ചെയ്ത് വെക്കാവുന്നതായിരുന്നു. ആ റൊമാൻസ് പോർഷൻ ഇല്ലെങ്കിൽ സ്റ്റിൽ ഞാനൊരു ആവറേജ് പടം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര ബിലോ ആവറേജ് പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ DNA ഒക്കെ അവാർഡ് കൊടുത്ത് സ്വീകരിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. സോ യൂഷ്വലി അറിയാം അഥർവയുടെ പടമാണ്, അതുകൊണ്ട് അതിൽ വേണ്ടിട്ട് ഒരു ബ്രേക്കപ്പ് സോങ് ഉണ്ടാവുന്ന അറിയാം. അയാളൊരു ബ്രേക്കപ്പ് ബോയ് ആയിട്ടാണല്ലോ പല സിനിമയിലും കാണുന്നത്. തുങ്ക വിടലയെ എന്നെ തൂങ്ക വിടലേ, പരീക്ഷയിലെ പാസ് മാർക്ക് വാങ്ക വിടലേ. പക്ഷെ ഇതിലെന്താണ്? ഇതിൽ വന്നിട്ട് റൊമാൻസ്. ഇതിലും ഭേദം ബ്രേക്കപ്പ് ആണ്. അതൊരു പാട്ടിൽ തീർന്നുണ്ടാവും. 1/2 മണിക്കൂറൊക്കെ ഈ പേക്കൂത്ത് എടുത്തു വെക്കാൻ ആ ഡയറക്ടറിനെ ഇല്ലേ, ആ ശരിക്കും നായയെ പിടിച്ചിട്ട് ആ വണ്ടിയുടെ മുമ്പിൽ ഇട്ട പകരം ആ ഡയറക്ടറിനെ പിടിച്ചിടണമായിരുന്നു. അപ്പൊ അറിയാം. സോ എനിക്ക് ഒട്ടും വർക്ക് ആവാത്തൊരു പടമാണ്. ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. സോ ട്രൈ ഇറ്റ്.